ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയെന്ന് അവകാശപ്പെടുന്ന മൊസാദിന് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് നുഴഞ്ഞുകയറ്റം ശക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഈ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല, അല്ലെങ്കിൽ വ്യക്തികളല്ല, മറിച്ച് ഡ്രോണുകളാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ഞങ്ങൾ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനുശേഷം ഞങ്ങളുടെ നടപടികൾ ഇനിയും കടുക്കുമെന്നും ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് സാധൂകരിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായ ചില നീക്കങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ചില ഡ്രോണുകൾ അവിടുത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഡ്രോണുകൾ ഇത്രയും ഹിസ്ബുള്ളയുടെ പക്കൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് വന്ന് പൊട്ടിച്ചിതറുന്നത് വരെ ഇതേക്കുറിച്ചുള്ള ഒരു വിവരവും ഇസ്രായേലിന്റെ നിരീക്ഷണ കണ്ണുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ വെട്ടിക്കാൻ, മൊസാദിന്റെ ചാരക്കണ്ണുകൾ വെട്ടിക്കാൻ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നിരീക്ഷണ കണ്ണുകൾക്ക് മുന്നിൽ കിട്ടാതിരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ 4 മാസമായി ഹിസ്ബുള്ള ഓരോ ദിവസവും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഇസ്രായേലിനെതിരെ തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 15 കിലോമീറ്റർ വരെ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന കത്യൂഷ റോക്കറ്റുകൾ അടക്കം തങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത്. പക്ഷെ അപ്പോഴും ഈ അയൺ ഡോമിന്റെയും അതുപോലെ മൊസാദിന്റെയും ഒക്കെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ഏതാണ്ട് 50 കിലോമീറ്റർ വരെ ദൂരം പോകാൻ കഴിയുന്ന ഡ്രോണുകൾ ഹിസ്ബുള്ള ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഇസ്രായേലിലെ തന്നെ ചില മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന വിവരമാണ്. കാരണം ഇസ്രായേലിനുള്ളിലേക്ക് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ വരെ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകൾ ഹിസ്ബുള്ള അയക്കുന്നുണ്ട്. അത് മൊസാദിനോ അല്ലെങ്കിൽ ചാരക്കണ്ണുകൾക്കോ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയാനകമായ ഒരു കാര്യമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് മുഴുവൻ ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹിസ്ബുള്ള പറയുന്നു. ആ സുരക്ഷാ സംവിധാനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഡ്രോണുകൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സ്ഫോടനം നടത്തുന്നു. അതിനിടയിലാണ് ഈ ഡ്രോണുകൾ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോമുകളുടെ പ്രധാനപ്പെട്ട സെന്ററുകൾ, അതിന്റെ നിയന്ത്രണ കേന്ദ്രങ്ങൾ അടക്കമുള്ളവ തകർക്കാൻ ഹിസ്ബുള്ള 1 മാസം മുമ്പ് ശ്രമം നടത്തിയിരുന്നു. അതിൽ ചില തകരാറുകൾ ഈ അയൺ ഡോമുകൾക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ ഒരു വശത്ത് ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ഈ ചെറു ഗ്രൂപ്പുകളെയൊക്കെ ഉപയോഗിച്ച് അതിശക്തമായ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള കളം ഒരുങ്ങുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഹിസ്ബുള്ള ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ അത് ഞെട്ടിക്കുന്നതാണ്. 1038 ഓപ്പറേഷനുകൾ, അതായത് സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉൾപ്പെടെ 1038 കനത്ത ആക്രമണങ്ങൾ, അതായത് കേടുപാടുകൾ ഉണ്ടാകുന്ന, ഒന്നുകിൽ ആൾനാശം, അല്ലെങ്കിൽ പരിക്കുകൾ, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നത്, അങ്ങനെയുള്ള 1038 ആക്രമണങ്ങൾ, ഓപ്പറേഷനുകൾ. അത് ചിലപ്പോൾ ഒരു ഓപ്പറേഷനിൽ 10ഓ 15ഓ മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഒരു ദിവസത്തെ ഓപ്പറേഷൻ ആയിരിക്കും. അങ്ങനെ 1038 ഓപ്പറേഷനുകൾ ഈ 4 മാസത്തിനിടെ, 120 ദിവസത്തിനിടെ ശരാശരി നടത്തി കഴിഞ്ഞു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇസ്രായേലിലേക്ക്. അതായത് ശരാശരി ഒരു ദിവസം 10 ഓപ്പറേഷനുകളെങ്കിലും ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ട് ഇത്രയും ദിവസമെന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പോലും സ്തബ്ധരായിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഇസ്രായേലി മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലി മാധ്യമങ്ങൾ ഇത് വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 13 മണിക്കൂറിനിടെ 14 ആക്രമണങ്ങളാണ് തുടർച്ചയായി ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ പല സൈനിക കേന്ദ്രങ്ങളും തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ താമസ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ചാനൽ 12 ആണ്. ഈ ചാനൽ 12 എന്ന് പറയുന്ന ഇസ്രായേൽ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ വീടിന് മുന്നിൽ നിന്ന് ഹിസ്ബുള്ള വിക്ഷേപിച്ച ഡ്രോണുകൾ കണ്ടെത്തി. ആ ഡ്രോൺ പൊട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയോ അവിടെ എത്തിയതാണ്. ആ ഡ്രോണുകൾ കണ്ടെത്തിയപ്പോഴാണ് ഇസ്രായേലിന്റെ അയൺ ഡോമുകളായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാര നിരീക്ഷണ സംവിധാനങ്ങളായാലും അതിന്റെയൊക്കെ പോരായ്മ വ്യക്തമാകുന്നത് എന്ന് കൃത്യമായി തന്നെ ഈ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവിധ നിരീക്ഷണ സംവിധാനങ്ങളെയും ഹിസ്ബുള്ള അതിജീവിച്ചിരിക്കുകയാണ്. ഈ ഡ്രോണുകൾക്ക് 50 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്.
അങ്ങനെയുള്ള ഡ്രോണുകൾ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ എത്തുകയും അവിടെ നിന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ പലയിടത്തും തുടർച്ചയായി സ്ഫോടനങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അത് ഇസ്രായേലിനെ അതിഗുരുതരമായി ബാധിക്കും. ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ നിരന്തരമായി ഇപ്പോൾ തന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ആകാശ വസ്തുക്കളെ കണ്ടെത്താൻ ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് കഴിയാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇതിങ്ങനെ പോയാൽ വലിയ ദുരന്തമാകും. മൊസാദിന് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന വിധത്തിൽ, മൊസാദ് ഒരു ചാരസംഘടനയാണ്, അവർക്ക് ഈ ഡ്രോണുകൾ കണ്ടെത്താൻ പ്രത്യേകം പോയി പിടിക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിന്റെ പുറകെ പോവുകയോ മൊസാദ് ചെയ്തിട്ടില്ല എന്ന് പരോക്ഷമായി വിമർശിക്കുന്ന കൂടി വിധത്തിലാണ് ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് അത് ഇസ്രായേലിന്റെ ബലഹീനതയാണ് എന്ന് ചാനൽ 12 കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു മാധ്യമമായ ചാനൽ KAN ആ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രോണുകൾ തുടർച്ചയായി വടക്കൻ മേഖലയിൽ പ്രവേശിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമാക്കുന്നു എന്നാണ് ഈ ചാനൽ പറയുന്നത്. ഈ ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്നു. അങ്ങനെ താഴ്ന്ന് എന്ത് പറന്നാലും ഏത് സ്ഫോടക വസ്തുക്കൾ ഇസ്രായേലിനുള്ളിലേക്ക് പ്രവേശിച്ചാലും ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ തകരുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ഹിസ്ബുള്ള കൃത്യമായി പഠിക്കുന്നതിന്റെ തെളിവാണ് ആ സുരക്ഷയൊക്കെ അതിജീവിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ. ഇത്തരം സ്ഫോടക വസ്തുക്കളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒക്കെ കത്യൂഷ റോക്കറ്റുകളും ഒക്കെ കൃത്യമായി ഇസ്രായേലിനുള്ളിലേക്ക് തന്നെ വരുന്നത്, അതും സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലേക്ക് തുടർച്ചയായി ഹിസ്ബുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചതുകൊണ്ടാണ് ഇത് അപകടകരമാണെന്ന് ചാനൽ KAN റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് 2 തർജ്ജമകളാണ് ഞാൻ പ്രേക്ഷകരെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ KAN മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി യോ ഗാലന്റ് കഴിഞ്ഞ ദിവസം വടക്കൻ ഇസ്രായേലിലെ ചില പ്രധാനപ്പെട്ട സുരക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച്, ശത്രുക്കളുടെ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങളാണിവ. ഇവിടെ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന ബോംബാക്രമണത്തിന്റെയും റോക്കറ്റ് ആക്രമണത്തിന്റെയും ഒക്കെ രീതികൾ പരിശോധിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, ഇത് എങ്ങനെയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, ഈവൻ പ്രത്യാക്രമണത്തിന് പോലും സൈന്യത്തെ സജ്ജമാക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വിധത്തിലേക്കുള്ള സുരക്ഷാ കേന്ദ്രങ്ങളാണ്. പക്ഷെ അവിടെയും കഴിഞ്ഞ 2 വർഷത്തോളമായി സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബുർഖാൻ റോക്കറ്റ് അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ കഴിഞ്ഞ 13 മണിക്കൂറിനിടെ 14 ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സൈനിക കേന്ദ്രങ്ങളൊക്കെ തകർക്കുന്നു. അവിടുത്തെ ഗ്രാമങ്ങൾ, അതായത് ഇസ്രായേലിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ കൃത്യമായി തന്നെയുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ, ബുർഖാൻ റോക്കറ്റുകൾ പതിക്കുന്നു. അവിടെ നിന്ന് ജനങ്ങൾ ഓടിപ്പോകുന്നു. അതായത് ഗസയിൽ അഭയാർത്ഥികൾ ഓടിപ്പോയതുപോലെ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്നും അഭയാർത്ഥികളായി ജനങ്ങൾ മറ്റു മേഖലകളിലേക്ക് ഓടി പലായനം ചെയ്തു പോകുന്ന കാഴ്ച ഇപ്പോൾ ഇസ്രായേൽ കാണാം. അതായത് കൊടുത്താൽ കിട്ടും എന്ന രീതിയിൽ തന്നെ ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നതിൽ പറയേണ്ടി വരും. എന്തായാലും 1038 ഓപ്പറേഷനുകൾ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുമ്പോൾ ഹിസ്ബുള്ളയെ തളയ്ക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. സൗത്ത് ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ 13 മണിക്കൂറിനിടെ 14 ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതെല്ലാം ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്. ഹിസ്ബുള്ള വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ്. എന്തായാലും ഇസ്രായേലിന്റെ അവസ്ഥ ദയനീയമായി തുടരുന്നു എന്ന് അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പറയുന്നു. ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ഭീതി, വലിയ ആശങ്ക അവിടുത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഏത് നിമിഷവും ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി മുമ്പ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എവിടെയൊക്കെ കയറണം, എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു നീക്കം നടന്നാൽ പല ഇസ്രായേൽ പ്രദേശങ്ങളും തകരുമെന്ന് ആ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ എന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നു ഇറാന്റെ നേതൃത്വത്തിൽ എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹിസ്ബുള്ള നടത്തുന്ന ശക്തവും തുടർച്ചയായതുമായ ആഘാതം വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഈ ആക്രമണങ്ങൾ.